ചരിത്രത്തിന്റെ ചില ഏടുകൾ രക്തം കൊണ്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അവ മറക്കാൻ ശ്രമിച്ചാലും കാലം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. വെറും 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് പരിഷ്കൃത ലോകമെന്ന് സ്വയം അഹങ്കരിക്കുന്ന യൂറോപ്പിന്റെ മണ്ണിൽ മനുഷ്യനെതിരെ കാട്ടിയ സമാനതകളില്ലാത്ത ക്രൂരതയുടെ ഒരു അധ്യായമുണ്ട്. വംശീയതയുടെ പേരിൽ മാത്രം ഇല്ലാതാക്കപ്പെട്ട ഒരു ജനതയുടെ കഥ, അതെ, ബോസ്നിയയുടെ കഥ. ഇന്ന് നമ്മൾ തുറക്കുന്നത് ലോകം മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ച ആ വംശഹത്യയുടെ ഇരുളടഞ്ഞ ഏടുകളെയാണ്. എന്തുകൊണ്ടാണ് ചരിത്രത്തിലെ ഈ കറുത്ത പാട് വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നത്? അടുത്തിടെ ഐക്യരാഷ്ട്രസഭ എടുത്ത ഒരു നിർണായക തീരുമാനമാണ് ഇതിന് കാരണം. ജൂലൈ 11 ഇനി മുതൽ സെബ്രിനിസ കൂട്ടക്കൊലയുടെ അന്താരാഷ്ട്ര അനുസ്മരണ ദിനമായി ആചരിക്കാൻ UN പ്രമേയം പാസാക്കിയിരിക്കുന്നു. ഇത് കേവലം ഒരു ദിനാചരണമല്ല, മറിച്ച് വംശഹത്യ എന്ന യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നവർക്കും ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവർക്കുമുള്ള ലോക സമൂഹത്തിന്റെ ശക്തമായ ഒരു മറുപടിയാണ്. 1995 ജൂലൈ ഐക്യരാഷ്ട്രസഭ തന്നെ സുരക്ഷിത മേഖല എന്ന് പ്രഖ്യാപിച്ച സെബ്രിനിസയിൽ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു കൂട്ടക്കുരുതി നടന്നു. വെറും ദിവസങ്ങൾക്കുള്ളിൽ 8000-ലധികം മനുഷ്യജീവനുകളാണ് അവിടെ കൊന്നൊടുക്കപ്പെട്ടത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ ആ വംശീയോന്മൂലനത്തിന് ഇരകളായി. 30 വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ കൂട്ടക്കൊലയുടെ മുറിവുകൾ ബോസ്നിയയിൽ ഉണങ്ങിയിട്ടില്ല. കാരണം കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോലും അവർക്ക് ശാന്തമായി അടക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. യുദ്ധകുറ്റങ്ങൾ മറച്ചുവെക്കാൻ കൊലയാളികൾ ആ മനുഷ്യ ശരീരങ്ങൾ അജ്ഞാതമായ കൂട്ടക്കുഴിമാടങ്ങളിലേക്ക് വലിച്ചെറിയുകയും പലതവണ മാറ്റിമറവ് ചെയ്യുകയും ചെയ്തു. ഇന്ന് അത്യാധുനിക DNA സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ 5000-ഓളം മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് തിരിച്ചറിഞ്ഞ് സെബ്രിനിസയിലെ പോഡോചാരി സ്മാരക ശ്മശാനത്തിൽ അടക്കം ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവരോ ഇന്നും ബോസ്നിയയുടെ മണ്ണിൽ എവിടെയോ ചിതറിക്കിടക്കുകയാണ് ആ മനുഷ്യരുടെ ബാക്കി പത്രങ്ങൾ. ഓരോ വർഷവും കണ്ടെത്തുന്ന പുതിയ കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു തരി അസ്ഥിശകലം വെച്ചാണ് ഇപ്പോഴും അവിടെ കബറടക്കങ്ങൾ നടത്തുന്നത്. സ്വന്തം മകന്റെയോ ഭർത്താവിന്റെയോ ഒരു പിടി മണ്ണെങ്കിലും ലഭിക്കുമോ എന്നോർത്ത് കൊതിയോടെ കാത്തിരിക്കുന്ന ആ കുടുംബങ്ങളുണ്ട്. മനുഷ്യത്വത്തിന് മുന്നിലെ വലിയൊരു ചോദ്യചിഹ്നമായി ഇന്നും അവശേഷിക്കുന്നതും അവരാണ്. സർവനാശത്തിന്റെ ഈ കൊടുങ്കാറ്റിൽ ബോസ്നിയൻ ജനതയ്ക്ക് ദിശാബോധം നൽകിയ ഒരു പോരാളി ഉണ്ടായിരുന്നു. സ്വതന്ത്ര ബോസ്നിയയുടെ പ്രഥമ പ്രസിഡന്റ് ആലിയ ഇസറ്റ് ബെഗോവിച്ച്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി അദ്ദേഹം ഒരു ദാർശനികനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. വംശഹത്യയുടെയും കടുത്ത അതിക്രമങ്ങളുടെയും കാലഘട്ടത്തിൽ സ്വന്തം ജീവൻ പണയം വെച്ചും അദ്ദേഹം തന്റെ ജനതയെ നയിച്ചു. ചുറ്റും വെടിയൊച്ചകൾ മുഴങ്ങുമ്പോഴും ജനാധിപത്യ മൂല്യങ്ങളിലും സമാധാനപരമായ സഹവർത്തിത്വത്തിലും അദ്ദേഹം വിശ്വസിച്ചു. 1995 ഡേട്ടൺ സമാധാന കരാറിലൂടെ ബോസ്നിയയിൽ സ്വന്തം മേൽവിലാസം നേടിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഇച്ഛാശക്തിയാണ്. ആ പോരാട്ട വീര്യം കൊണ്ടാണ് ബോസ്നിയക്കാർ ഇന്നും അദ്ദേഹത്തെ അവരുടെ രാഷ്ട്രപിതാവായി ആചരിക്കുന്നത്. ചരിത്രം വെറും ഒരു ഓർമ്മപ്പെടുത്തലല്ല, അതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. വംശീയതയും വിദ്വേഷവും ഒരു സമൂഹത്തെ എത്രത്തോളം അന്ധരാക്കുമെന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് സെബ്രിനിസ. ഓർമ്മകളെ കുഴിച്ചു മൂടാൻ ആർക്കും കഴിയില്ല. കാരണം മണ്ണിലലിഞ്ഞ ഓരോ അസ്ഥിശകലങ്ങളും ഇപ്പോഴും നീതിക്കായി ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ശബ്ദം നമ്മൾ കേൾക്കാതിരുന്നാൽ ചരിത്രം വീണ്ടും ആവർത്തിക്കും, കൂടുതൽ ഭയാനകമായി.